നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം ഇന്നത്തെ. ആൻഡ് അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം, റീഡിങ് ഞാൻ ഗൈഡൻസ് മെസ്സേജിലും ഞാൻ പറഞ്ഞു, ബട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അതിൽ കാണുന്ന ആൾക്കാർ ചിലവർ നിങ്ങൾ അത് കാണാറില്ല, ഗൈഡൻസ് എല്ലാവർ കാണാറില്ല, അതുകൊണ്ടാണ് ഒരേ കാര്യമാണ് പറയുന്നത്. സോ ഫസ്റ്റ് തിങ്, ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല എക്സാക്ട്, ബട്ട് എൻ്റെ ഓർമ്മയിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 10-30 റീഡിംഗ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും മിനിമം, എനിക്ക് കുറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ. സോ അതിന് നല്ലോണം എനർജി പോകുന്നതാണ് ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് വെറുതെ കാർഡ് എടുത്തു പറയുന്നു എന്നല്ല. ഓക്കെ, നിങ്ങളുടെ എനർജിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യും. ഞാൻ മാത്രമല്ല, ആക്ച്വലി നമ്മളെല്ലാവരും തമ്മിൽ ഈ എനർജി കൊണ്ട് കണക്റ്റഡ് ആണ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പരസ്പരം, അതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവ് എനർജി വെക്കൂ എന്നൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ആ പോസിറ്റീവ് ഊർജ്ജം അത് പുറത്തേക്ക് പോകും. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ ഇവിടെ നമ്മൾ റീഡിങ്, ഞാൻ ഇത്രയും റീഡിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. അപ്പം ഞാൻ നിങ്ങളുമായിട്ട്, കാരണം അങ്ങനെ പറഞ്ഞാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ ആ എനർജി നിങ്ങളുടെ പേര് വെച്ചിട്ടായാൽ പോലും ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാനല്ല, അത് എല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു കളിയാണ്. അങ്ങനെ ഒരു കണക്ഷൻ ത്രൂ ആണ് നമ്മൾ കാർഡ്സിനകത്ത് നമുക്ക് കാർഡ്സ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ റീഡിങ്ങിന് വേറെ വേറെ കാർഡ് വരില്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ കാർഡ് വരും. ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് ആ ഒരു കാർഡ് നമുക്ക് ആൻസേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്പിരിച്വൽ എലമെൻ്റ് ഉള്ള ഒരു കാര്യമാണിത്. ഓക്കെ, ഇതിനെ വളരെ ശരിക്കും നമ്മൾ അത്രയും റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഈ കാർഡ്സിനെ കാണുന്നത്. ഈ കാർഡ്സിന് വരുന്ന ഓരോ കാർഡും ഞാൻ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർഡ് എന്നോട് പറയുന്നത്, ഓക്കെ, ഞാൻ തനിച്ച് വെറുതെ ചെയ്യുന്ന ഒരു കാര്യമല്ല, അതിൻ്റെ മീനിങ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതല്ലാതെ കാർഡ് വരുന്നത്, കാർഡ് എടുക്കുമ്പോൾ ഏത് കാർഡ് വരുന്നു എന്നുള്ളത് അത് ശരിക്കും ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ തന്നെയാണ്, ആ എനർജീസിൻ്റെ ഒരു കണക്ഷനാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഒരു 10-30 ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എനർജി നല്ലോണം ഇതായിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് വേറെ റെക്കോർഡിങ് ചെയ്യാൻ കൂടി എനിക്ക് പറ്റിയില്ല, ബിക്കോസ് അത്രയ്ക്കും ഞാൻ ഡ്രെയിൻ ആയിട്ടുണ്ട്. ഞാൻ പോലും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഇത് ഡൗൺ ആവുന്നത്. ഓക്കെ, ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് 1.5 മണിക്കൂറാണ് ചെയ്തത്. സോ അല്ല, വേറൊന്നുമല്ല, ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് നിങ്ങളെ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. സോ അത് വേണമെന്ന് വെച്ചില്ല, അത് അത്രേ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് അത്രേ സാധിക്കുള്ളൂ. എനിവേ, എന്നാലും സോറി, ഞാൻ നെക്സ്റ്റ് ടൈം ശ്രമിക്കാം. നമുക്ക് അതിന് വേറൊരു കാര്യം, ഞാൻ നെക്സ്റ്റ് ടൈം ഇനി ലൈവ് റീഡിങ്ങിൽ അവിടെ തന്നെ നിങ്ങളുമായിട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് കണക്ട് ചെയ്യാനാണ് കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഇതെന്താണെന്ന് വെച്ചാൽ കുറേ പേര് കണ്ടിട്ടില്ല, ആ സമയത്ത് കണ്ടിട്ടില്ല. സോ എനിക്കത് പിന്നെയാണ് എനിക്ക് ഓർത്തത്, ഐ തിങ്ക് അതിനേക്കാൾ ബെറ്റർ എനിക്ക് നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ ആ രീതിക്ക് കൂടി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യാം. ഇപ്പം തന്നെയല്ല, ഒരു അറ്റ്ലീസ്റ്റ് മന്ത്ലി 1-2 ഞാൻ കൊണ്ടുവരാൻ അത്രയെങ്കിലും ശ്രമിക്കും. പക്ഷേ കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എണ്ണം എടുക്കില്ല. ഇത് ഞാൻ കുറേ എണ്ണം ചെയ്തു, അത്ര പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ലൈവ് റീഡിങ് സംസാരിച്ചൊക്കെ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ബട്ട് വേറൊരു കാര്യം കൂടി എനിക്ക് പ്ലീസ്, എനിക്കൊരു റിക്വസ്റ്റിൻ്റെ, നിങ്ങൾ റീഡിങ് കണ്ട ആൾക്കാർ, ഓക്കെ, നിങ്ങൾക്ക് റീഡിങ് കിട്ടിയ ആൾക്കാർ, നിങ്ങളുടെ പേര് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ എവിടെ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. കാരണം നിങ്ങളുടെ ചെയ്തോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ കണ്ടോ എന്നറിയില്ല. കാരണം അത്രയും ലോങ് അല്ലേ. സോ ഞാൻ വേണമെങ്കിൽ ലിസ്റ്റായിട്ട് ഞാൻ ഇട്ട് വയ്ക്കാം. ആൻഡ് എനിക്ക് നിങ്ങൾ കണ്ടവർ പ്ലീസ് ഒന്ന് നിങ്ങളുടെ എനിക്കൊരു മെസ്സേജ്, ഓക്കെ, കമൻറ്റിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക. എവിടെ ആയാലും, മറ്റേ ലൈവ് റീഡിങ്ങിൻ്റെ അതിലായാലും, ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്കതൊരു മോട്ടിവേഷൻ തരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഓക്കെ, എനിക്ക് സന്തോഷം ഉണ്ടാവും. അതൊന്ന് ഇട്ട് വയ്ക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ അതെന്ന് പറയാൻ ആഗ്രഹിച്ചു. ഓക്കെ, ആൻഡ് നമുക്ക് റീഡിങ് എടുക്കാം. ഇന്നത്തെ റീഡിങ്, ഇന്ന് റിലേഷൻഷിപ്പിൽ ഞാൻ ക്വസ്റ്റ്യനൊന്നും ആലോചിച്ചില്ല. ഓക്കെ, ശരി, നിങ്ങളുടെ പേഴ്സൺ എപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ടൈം എപ്പോഴും ഞാൻ പറയാറില്ല, ബിക്കോസ് അതിന് റീസൺ ഉണ്ട്. ടൈം പറയാൻ കാർഡ്സിൽ പറയും, ഓക്കെ, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ, കാരണം നമ്മൾ ഡിവൈൻ ടൈം എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, നമ്മളിത് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്താണ്, അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്, എത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ എത്ര സ്ലോ ആണ് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി എങ്ങനെ മാറ്റാം എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് ആ എനർജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത്രയും വേഗം കാര്യങ്ങൾ നടക്കും. ഓക്കെ, സോറി. സോ ഇവിടെ നമുക്ക് എന്തായാലും നോക്കാം, പേഴ്സൻ്റെ കോണ്ടാക്ട് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്രോക്സിമേറ്റ് എനിക്ക് സമയം കിട്ടാൻ എന്തെങ്കിലും കുറച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ, നിങ്ങൾ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. എൻ്റെ അവരുടെ ഫീലിങ്സ് എടുക്കാം, എൻ്റെ അവരുടെ കോണ്ടാക്ട് വരുമോ, രണ്ടും നോക്കാം. ഓക്കെ, കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ, ഓക്കെ, സോറി, ഇത്
വെറും നോ കോൺടാക്റ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി കാരണം ഇത് ഒരുപാട് പേര് കാണുന്നല്ലേ, എല്ലാവർക്കും നോ കോൺടാക്റ്റ് ആയിരിക്കില്ലല്ലോ. നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഒരു നല്ലൊരു കോൺവെർസേഷൻ അല്ല, മീൻസ് നല്ലൊരു കണക്ഷൻ അല്ല, ഇപ്പോൾ ഇടയ്ക്കൊരു അങ്ങനെ എന്താ പറയുക, തുറന്ന സംസാരമില്ല, അല്ലെങ്കിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ മാറും എന്നുകൂടി നോക്കാം. ഓക്കെ, സോ 2 സെക്ഷനായിട്ടും ഞാൻ പറയും. ആദ്യത്തെ സെക്ഷൻ നമുക്ക് ടോട്ടലി നോ കോൺടാക്റ്റ് ഉള്ളവർക്കും പറയാം, കോൺടാക്റ്റ് ഉള്ളവർക്കും ഞാൻ ചെറിയൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പേഴ്സൻ്റെ ഫീലിങ്സ് തൊട്ട് തുടങ്ങാം നമുക്ക്. പേഴ്സൻ്റെ ഫീലിങ്സ്, കിങ് ഓഫ് ഓക്കെ, 10 ഓഫ് wands. ഗൈഡൻസ് കൂടി കാണുമോ നിങ്ങൾ? ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഗൈഡൻസ് കാണുമെന്ന്, നിങ്ങൾ കേൾക്കില്ല, എന്താ ചെയ്യാം. ബ്യൂട്ടിഫുൾ എനർജി. ഓക്കെ, ഫീലിങ്സിൽ ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജെൻസ് ആണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഓക്കെ, ആ പേഴ്സൺ ആരായാലും അവരെ നിങ്ങൾ ഓർത്തോളൂ. ആൻഡ് ഇവിടെ എനിക്ക് കാണുന്നത് കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ പേഴ്സൺ വളരെയധികം സ്നേഹമുണ്ട് അവരുള്ളിൽ. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്കാണ്. പക്ഷേ ഇതിൽ കിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഫീലിങ്സ് എല്ലാം, ഇമോഷൻസ് എല്ലാം ഉള്ളിൽ അടക്കി വെച്ചിരിക്കും. ഓക്കെ, അവർ ഒരുപാട് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അത് ഒന്ന് അവർ വേണം വെച്ച് ചെയ്യുന്നതല്ല, കുറച്ചൊക്കെ ഇമോഷണൽ മെച്യൂരിറ്റി എന്നെടുക്കാം. ഓക്കെ, കുറച്ചൊക്കെ അവർക്ക് ആ ഒരു ഫീലിങ്സ്, അതായത് അവർ സീരിയസ് ആണ് എന്ന രീതിക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ പറയില്ല എപ്പോഴും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. ചിലവർ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ചിലവർ മേ ബി അവരുടെ പ്രവൃത്തികളിൽ ത്രൂ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ടാവും. ബട്ട് ഫീലിങ്സ് തുറന്ന് പറയൽ, എക്സ്പ്രസ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ലൈക്ക് ഐ ലവ് യു എന്ന് പറയുക, ഓക്കെ, അങ്ങനെ ചെയ്യില്ല. അല്ലെങ്കിൽ കാണാൻ തോന്നുന്നു, മിസ് ചെയ്യുന്നു എന്ന രീതിക്കൊന്നും ചിലപ്പോൾ സംസാരം വരില്ല. പറയാൻ കിങ് ഓഫ് കപ്സ് ശരിക്കും ഇമോഷണൽ വ്യക്തിയാണ്. ഓക്കെ, പക്ഷേ എന്തേ പിന്നെ പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കിങ് കുറച്ചിങ്ങനെ എല്ലാം കൺട്രോളിൽ വെക്കാൻ ശ്രമിക്കുക. അതായത് അവരുടെ ഉള്ളിലുള്ളത്, മനസ്സിലുള്ളത് തുറന്ന് പറയില്ല എന്ന രീതിക്ക് പറയാറുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. ഓക്കെ, യെസ്, അപ്പോൾ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ആക്ച്വലി 10 ഓഫ് wands ഉണ്ട്, ഭാരം. അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാരമായിട്ട് കിടക്കണമുണ്ട്. അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, മേ ബി അത് സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ചില സിറ്റുവേഷനിൽ അവർ മനസ്സ് തുറന്നപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഇമോഷണലായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും അല്ലേ, നിങ്ങൾ അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ടുവരും. ദാറ്റ് എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നും അത് മാത്രമല്ല ചില സമയത്ത് മേ ബി നിങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾ ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ പോരാതെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അവർക്ക് എപ്പോഴും അതുപോലെ ചിലപ്പോൾ നിങ്ങളോട് ഒരേപോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ആ ഫീലിങ്സിനെ അങ്ങോട്ട് ഉള്ളിൽ വെക്കുകയാണ്. പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന രീതിക്ക്. പക്ഷേ ഇത് അവരുടെ ഉള്ളിൽ തന്നെ അതൊരു ഭാരമായിട്ട് മാറണമുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാത്തത് ആ മനസ്സിൽ നമുക്ക് കിടക്കില്ലേ, അങ്ങനെയുണ്ട്. നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കുറച്ചൊക്കെ പരുക്കനായിട്ടോ കുറച്ചൊരു പുറത്തൊരു ഓപ്പൺ ഒരു ഇതിലായിരിക്കില്ല കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയാം. ഓക്കെ, അതും ഒരു ഭാരമായിട്ട് മാറും അല്ലേ. നിങ്ങൾക്കതൊരു വിഷമം ഉണ്ടാക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് തെറ്റില്ലേ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. കാരണം അവർക്ക് ഐ തിങ്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഓഫർ തരാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് ഇവിടെ എനിക്കതൊരു ജസ്റ്റ് ഒരു തോന്നൽ. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ, കമ്മിറ്റഡ് ആയിട്ട് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈവൻ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ചോയ്സ് നിങ്ങളാണ് അവരുടെ ലൈഫിൽ, എല്ലാം ഉണ്ട്. ഓക്കെ, എനിവേ ഇവിടെ ഒരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ ആക്ച്വലി അവരുടെ ആഗ്രഹം എവിടെ ഒരു വിഷ്, അവർ ഒരു സ്വപ്നമുണ്ട് അവരുടെ മനസ്സിൽ എന്ന് പറയാം. ഒരു ആഗ്രഹമുണ്ട്, ഡ്രീമുണ്ട്, ഒരു വിഷ് ഉണ്ട്. എന്നിട്ട് നിങ്ങളുമായിട്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം, നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു സ്നേഹത്തോടെ റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലെ ഇതിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും, രണ്ടുപേരും ഒരേപോലെ ആ ബന്ധത്തിൽ മുന്നോട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ, ഫീലിങ്സ് യെസ് ഉണ്ട്. പക്ഷെ എന്താ തുറന്ന് പറയാത്തതിൻ്റെ ഒരു ഭാരം കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, അതിൻ്റെയും ഒരു ഭാരം അവർ മനസ്സിൽ കിടക്കുന്നുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റാത്ത ചില ഭാരം അത് ഭാരമായിട്ട് മാറുന്നുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, പക്ഷേ ഫീലിങ്സ് യെസ് ഉണ്ട്, വളരെ ജെനുവിൻ ആണ്, നിങ്ങളവരെ ഒരു വിഷ്ഫുൾ തന്നെയാണെന്നാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് കോണ്ടാക്ട് വരാത്തതും ചിലപ്പോൾ ഈ റീസൺ ആയിരിക്കാം. എന്നിട്ട് അവർക്ക് മേ ബി സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരിയാവില്ല എന്നൊരു തോന്നലുണ്ടാവാം. നമുക്ക് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തത് എന്ന് നോക്കാം, എൻ്റെ കോണ്ടാക്ട് വരുമോ എന്ന് നോക്കാം. രണ്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. എന്തുകൊണ്ടാണ് അവർ കോണ്ടാക്ട് ചെയ്യാത്തത്? ഏസ് ഓഫ് സോർഡ്സ് ആക്ഷൻ്റെ കാർഡ്, 5 wands, എംപ്രസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ സോറി എൻ്റെ തൊണ്ടത്. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് കാണുന്നത് പേഴ്സൺ ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അവർക്ക് നിങ്ങളോട് സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്, ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കണം, ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കണം, നിങ്ങളോട് ന്യായമായത് ചെയ്യണം,
അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ തോട്ടിൽ വളരെ ക്ലിയർ തോട്ടാണ് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ ചിന്ത, അവരുടെ മൈൻഡ് വളരെ ക്ലിയർ ആണ് ശരിക്കും നിങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ഷൻ എടുക്കണമെങ്കിൽ ചില തടസ്സമുണ്ട്. ഇവിടെ 5 wands ആണ്, കോമ്പറ്റീഷൻ എന്ന രീതിക്ക് എടുക്കാം. അതായത് വേറെയും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പ്രയോറിറ്റി ഉണ്ട്, വേറെയും കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ, അവർ അറ്റൻഷൻ വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ എംപ്രസ് വന്നിട്ടുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ഫാമിലി ആവാം, പാരൻസ് ആവാം, അങ്ങനെയാവാം. ബട്ട് ഒരു എനർജി, എംപ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 of Pentacles. ഓക്കെ, കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. യെസ്, കാരണം ഫൈനാൻഷ്യൽ കൂടി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ജോലി അത്രയ്ക്ക് സ്റ്റഡി ആയിട്ടില്ല. മേ ബി അവരൊരു അവർക്ക് അവർ തന്നെ ഒരു അബണ്ടൻസ് ചിലപ്പോൾ തടസ്സമാവുന്നുണ്ട്. അതായത് അവർക്ക് മേ ബി പോരാ എന്ന രീതിക്ക്. കാരണം ഇവിടെ എവിടെയോ ഫൈനാൻഷ്യലിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഇവിടെ നിങ്ങളുമായിട്ട് ഇപ്പോൾ സപ്പോസ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻസ് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര പോരാ എന്ന രീതിക്ക് അവർക്കൊരു ചിന്തയുണ്ട്. ചിലപ്പോൾ അതുമായിരിക്കാം നമ്മുടെ തടസ്സം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ, ഓക്കെ, ഫാമിലി എന്ന രീതിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരീഡ് ആവാം, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആരെങ്കിലും തടയുന്നു എന്ന രീതിക്കുമായിരിക്കാം. തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ഹാങ്മാൻ. ഓക്കെ, കാർഡ് ഞാൻ മറച്ചോളാം, സാരമില്ല. യൂട്യൂബ്, ഓക്കെ, ഞാൻ പറയുന്നുണ്ട്. യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. കാർഡ്സ് നമ്മൾ ഇതിൽ പറയാൻ, എനിക്ക് നമ്മുടെ കയ്യിലല്ല ഇത്. ടാരോ കാർഡ്സ് ഉണ്ടാക്കുന്നത് ഞാനല്ലല്ലോ, ആരോ ആണ്. എല്ലാ ടാരോ റീഡേഴ്സിനും ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിവർത്തിയില്ല. ഓക്കെ, ഇവിടെ ലൈക്ക് കാർഡ്സിൽ ഉള്ള ചില പിക്ചേഴ്സ്, ഓക്കെ, നമ്മൾ കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, അത് ജസ്റ്റ് ഇഗ്നോർ. ഓക്കെ, വേറെ നിവർത്തിയില്ല. ആൻഡ് ഇവിടെ 4 of Wands ഉണ്ട്. സോ യെസ്, അഗൈൻ ഫാമിലി എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. സോ സ്റ്റക്കാണ് എന്നും കാണുന്നുണ്ട്. ഹാങ്മാൻ സ്റ്റക്കായിട്ടുള്ളത് കാണുന്നുണ്ട്. അവർ ചില സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ 5 of Cups ഉണ്ട്. ഓക്കെ, ആൻഡ് ഫൂൾ ഉണ്ട്. സി അവർ 10 of Swords ഉണ്ട്, Queen of Wands. ഓക്കെ, യെസ്, അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എനിക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടി അതിപ്പോൾ ആരും ആവാം. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വേറെ ബന്ധങ്ങളായിരിക്കാം. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഇടയിൽ വന്നതായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഓക്കെ, ഫാമിലി ആവാം. ഓക്കെ, സോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. സോ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. സോ എവിടെയോ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊരു കാര്യം കൂടി അവരുടെ മനസ്സിലുണ്ട്. അത് വേണം വെച്ച് ചെയ്തതല്ല. ഓക്കെ, കാരണം ഫീലിങ്സ് നിങ്ങളോടാണ്, ഇഷ്ടം നിങ്ങളോടാണ്, സ്നേഹം നിങ്ങളോടാണ്. പക്ഷെ ഒരു മിസ്റ്റേക്ക് അവരെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്, ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് കാരണം അതിപ്പോൾ ഈവൻ ഫാമിലി ആയാൽ പോലും അവർക്ക് തോന്നുന്നുണ്ട് that അവർ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റുണ്ട് എന്നവരുടെ മനസ്സിലുണ്ട്. അതും ഒരു ഭാരമായിട്ട് 10 and 10 ഉണ്ട് ഇവിടെ. സോ എൻഡിങ്സിൻ്റെ കാര്യമാണ്. ചില കാര്യങ്ങൾ അവർക്ക് ഭാരമായിട്ട് അവർ മനസ്സിൽ കിടക്കുന്നു എന്നും കൂടിയാണ്. ആൻഡ് ഇവിടെ 5 of Cups അവർ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളായിട്ട് അവർക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഓക്കെ, ഫുൾ കാർഡ് ഉണ്ട്. സോ യെസ്, ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ നോക്കാം, നമുക്ക് കോണ്ടാക്ട് എപ്പോൾ വരും എന്ന് നോക്കാം. അവർ സ്റ്റക്കാണ് എന്നും പറയുന്നുണ്ട്. ചിലവർ മേ ബി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ, അതെനിക്ക് മാറ്റിയിട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് വരുന്ന പോലെയുണ്ട്. ഓക്കെ, ആൻഡ് കോണ്ടാക്ട് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. Knight of Pentacles, 7 of Swords and 7 of Wands. Okay, see, again, Temperance. ഓക്കെ, ഇവിടെ 2 സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും. ഓക്കെ, ഒന്ന് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം, വേറെ ബന്ധമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വരുന്നുണ്ട്, അവരെ മെസ്സേജ് വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പക്ഷേ സ്ലോ ആണ്. ഓക്കെ, ഒരല്പം സ്ലോ എനർജിയാണ്. കാരണം അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണമെങ്കിൽ ഓക്കെ, അവർ ചില കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷൻ അവർ ഇതെവിടെയോ അവോയ്ഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരും അറിയാതെ, ഓക്കെ, ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇരുട്ടിലിങ്ങനെ എല്ലാം എടുത്ത് ഓടുന്ന പോലെയാണ്. സോ എവിടെയോ അവർ ആരെയോ മറച്ച്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ എതിർപ്പുകളെ അവോയ്ഡ് ചെയ്തിട്ട് വേണം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന കാർഡാണ്. നിങ്ങളെ നിങ്ങളുടെ ബന്ധം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. സോ എവിടെയോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരല്പം സ്ലോ ആണ്. ഇപ്പോൾ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാനില്ല. കാരണം അവർക്ക് ചില കാര്യം കാണുന്നില്ല എന്നല്ല, വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ സ്ലോ ആണ്. ഓക്കെ, സമയമെടുക്കും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ 7 of Swords, 7 of Wands പറയുന്നത് അവർ ഒരു എല്ലാവരെയും മറിച്ച്, അല്ലെങ്കിൽ സീക്രട്ടായിട്ട്, കാരണം എന്തൊക്കെയോ അവർ കുറേ എഫേർട്ട് എടുത്തിട്ട് വേണം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വരാൻ. അതാണ് മെയിൻ കാര്യം. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് സമയം പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് വേണം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഓക്കെ, അതിൻ്റെ ഒരു സമയം ഡിലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കോണ്ടാക്ട് വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിക്കാം. 5 പെൻറ്റിക്കിൾസ്, ഡെത്ത് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, സി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ചില സിറ്റുവേഷൻസ് ഒരുപാട് മാറാനുണ്ട് എന്ന രീതിക്കാണ് നമ്മുടെ മൈൻഡിൽ കൺഫ്യൂഷനാണ് അവർക്ക്. ഓക്കെ, അവർ ആക്ഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, കോണ്ടാക്ട് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈവൻ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട്, പക്ഷേ വല്ലപ്പോഴും ഉള്ള കോണ്ടാക്ട്, ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് ആണെങ്കിലും ഓക്കെ, അവരെവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, അഗെയിൻ 777 3 7 വന്നിട്ടുണ്ട്. സോ എവിടെയോ ഒരു മൂവ്മെൻറ്റ് എന്ന് കാണുന്നുണ്ട് എനിക്ക് 3 ഓഫ് സോർട്സ്. ഓക്കെ, സോ തേർഡ് പാർട്ടി എനർജി ഹൈ തന്നെയാണ് ഇവിടെ. ഓക്കെ, അത് ആരുമാവാം, എന്തുമാവാം. സോ ഇവിടെ അവർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മാറ്റം, നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ, നിങ്ങളോട് കോൺടാക്ട് വെക്കണമെങ്കിൽ അവർക്ക് കുറേ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ഓക്കെ, ചില സിറ്റുവേഷൻസ് അവർ ചേഞ്ച് കൊണ്ടുവരണം, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. അവരുടെ ഉള്ളിൽ തന്നെ ആയാലും ശരി, സിറ്റുവേഷനിലായാലും ശരി, അങ്ങനെ അവരെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് ചിലത് നഷ്ടപ്പെടും എന്ന രീതിക്കാണ്. അത് ചിലപ്പോൾ പണമായിരിക്കാം, ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന, അതായത് ഫാമിലി ഉപേക്ഷിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ഫാമിലിക്ക് എന്തെങ്കിലും ഫാമിലി ലോസ് ആവുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ സപ്പോസ് മാരീഡൊക്കെ ആണെങ്കിൽ ഓക്കെ, അവരെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ട് വരാൻ ചിലപ്പോൾ സാധിക്കില്ല അല്ലേ. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അവരെ മനസ്സിലെപ്പോഴും ഒരു ഇത് കിടക്കുന്നുണ്ട്, ഡൗട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ശരിക്കും അവർ ചെയ്യേണ്ട സ്റ്റെപ്പ് കുറച്ച് ബോൾഡായിട്ട് അവരൊരു ആക്ഷനൊക്കെ എടുക്കണമെങ്കിൽ ഓക്കെ, ചില കാര്യങ്ങൾ അവരിൽ മാറാനുണ്ട്, അല്ലെങ്കിൽ ഒരു പേടികൾ മാറാനുണ്ട് എന്നും പറയാം. അങ്ങനെയായിരിക്കാം. ഓക്കെ, ഇവിടെ ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ആൻഡ് എവിടെയോ അവർ എല്ലാ തരത്തുനിന്നും അവർ ആലോചിക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്നും അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ അവർ ആരാച്ചാൽ ആ ഭാഗത്തുനിന്നും അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ കറക്റ്റായിട്ടുള്ള ന്യായമായ ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് അവർ ചെയ്യുന്ന ഇടയ്ക്ക് വല്ലപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ബിക്കോസ് അത് അവർ നിങ്ങളോടും അന്യായം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് നിങ്ങളെ വേണം. ഓക്കെ, ആൻഡ് അതേപോലെ പക്ഷേ തേർഡ് പാർട്ടിയെ വിട്ട് കളയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു ന്യായം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഒട്ടും നോ കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് അഗൈൻ ആക്ഷൻ എടുക്കാൻ അവർക്കൊരു പേടിയാണ്. ബിക്കോസ് അവർ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് ചിലത് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ അഗൈൻ അങ്ങനത്തെ ചില പേടികളാണ്. അവരെ ന്യായത്തിനെ പേടിക്കുന്നു എന്നും പറയാം. ഓക്കെ, മേ ബി അവർ ചെയ്യുന്ന തെറ്റായി പോകും എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരിക്കും കുറേ പേര് മാറി നിൽക്കുന്നത്. പക്ഷെ വരും എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. ഡിലേസ് ഉണ്ട്, പക്ഷേ ഓക്കെ, ടോട്ടൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ട്. സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവരെ ഭാഗത്തുനിന്നും ഓക്കെ, അവർ അതുകൊണ്ടാണ് ഇൻ ആൻഡ് ഔട്ട് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അവർക്കൊരു വല്ലാത്ത ഒരു ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർക്ക് ഒരു ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ കോണ്ടാക്റ്റ് വരും എന്ന രീതിക്കാണ് കിട്ടിയത്. ഫൈനൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർഡായിട്ട് നോക്കട്ടെ, പറയാം. നിങ്ങളോട് എന്തെങ്കിലും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ. നിങ്ങളോട് പേഴ്സൺ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അഗെയിൻ സെയിം തിങ്. സി അഗെയിൻ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ അടുത്ത് എത്ര മാറി നിന്നാലും ശരി, എനിക്ക് 2 ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഏറ്റവും ലൈക്ക് അവരെ സോൾമേറ്റ് എന്ന രീതിക്ക് അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ, പക്ഷേ അഗൈൻ കൺഫ്യൂഷൻ. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിങ്ങളും വേറെ കാര്യവും അവർ ലൈഫിൽ ജഗിൾ ചെയ്യുന്നുണ്ട് അവർ തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ 4 ഓഫ് സോർട്സ് എനർജി നമുക്ക് എന്താ പറയുക, ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ബ്രേക്കപ്പ്, സെപ്പറേഷൻ എന്ന രീതിക്ക്, അല്ലെങ്കിൽ ടോട്ടൽ നോ കോൺടാക്ട് എന്നും എടുക്കാം. കുറച്ച് പേർക്ക് അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് അകന്ന് നിൽക്കുക എന്ന രീതിക്കൊക്കെയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 7 ഓഫ് കപ്സ് ആണ്. അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ഓപ്ഷൻസ് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് സിറ്റുവേഷനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണൊന്ന് മാനേജ് ചെയ്യുക, എല്ലാം ഒന്ന് എങ്ങനെയാണ് ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ആഗ്രഹിക്കുന്ന അവരൊരു സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് തേർഡ് പാർട്ടി, പക്ഷേ തേർഡ് പാർട്ടി എനർജിയാണ് വീണ്ടും വന്നത്. സോ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺഫ്യൂഷനാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഫുള്ളായിട്ട് അവർ വരാത്തത്. ഓക്കെ, ടോട്ടൽ നോ കോൺടാക്റ്റ് ഉള്ളവർക്ക് അഗൈൻ കുറച്ച് സമയം ഡിലേ ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സെലിബ്രേഷൻ അവസാനം വന്നതുകൊണ്ട് യെസ്, നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് വരും. അത് എപ്പോൾ എന്നുള്ളത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിന് സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ വെയിറ്റിംഗ് നിർത്തുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം എനർജിയുടെ കാര്യം. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അത് എന്ന് വെച്ചിട്ട് ഈ പേഴ്സണിനെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ആ വിഷമം ഇല്ലാതെ കാത്തിരിക്കുക. ഓക്കെ, വരട്ടെ, അവർക്ക് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ശരിയായിട്ട് വരാൻ പറ്റുക, വരട്ടെ എന്ന് ചിന്തിക്കുക. അതുപോലെ ആ സമയങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്.
എപ്പോൾ വരും എന്ന് നിങ്ങൾ ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഡെസ്പറേറ്റ് എനർജി എന്ന് പറയും. ഓക്കെ, അതായത് അവരില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയാണ് പുറത്തു പോകുന്നത്. ആൻഡ് അതൊരു നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് പോകുമ്പോൾ അഗെയിൻ ആ നെഗറ്റീവ് തന്നെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളുടെ ഓറ നിങ്ങൾ മാറ്റാൻ തുടങ്ങുക, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മാറ്റാൻ തുടങ്ങുക, നിങ്ങളുടെ ജസ്റ്റ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം. വിഷമം വരുമ്പോഴും നിങ്ങൾ നെഗറ്റീവായിട്ട് ആലോചിക്കേണ്ട, അതായത് എന്നെ വിട്ടുപോയതാണ്, വേറെന്തോ ആണ്, എന്നെ ചതിച്ചിട്ട് പോയി, അങ്ങനെ ചെയ്തു. അതായത് അങ്ങനെ ചിന്തിക്കുന്നതിന് നിങ്ങൾക്ക് അവരെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് മൈൻഡിനെ, അതായത് ഓക്കെ സിറ്റുവേഷൻ ശരിക്കും റിയൽ സിറ്റുവേഷൻ ഓക്കെ, എന്ത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഓക്കെ, പക്ഷേ സിറ്റുവേഷൻ അതാണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ല ഇപ്പോൾ വേറെ ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ എന്തിനാണ് അവരെ കാത്തിരിക്കുന്നത്. സോ അവിടെ അഗെയിൻ നിങ്ങൾ കുറേ ചിന്തിക്കാനുണ്ട്, നിങ്ങൾ കുറേ മനസ്സിലാക്കാനുണ്ട്. ഞാൻ ഈ റീഡിങ്സിൻ്റെ ത്രൂ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്. അതൊരുവിധം മാച്ച് ആവുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ്. ആൽക്കമി, ഡിറ്റാച്ച്മെൻറ്റ്, കോൾഡ്, ക്ലോസ്ഡ് ഓഫ്, ഗാർഡഡ്, റിഫ്ലക്ഷൻ, പ്രൊജക്ഷൻ, ചേഞ്ച്, കറേജ്. ഞാൻ പറഞ്ഞു ഞാൻ ടൈം പറയില്ല. യെസ്, ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിങ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് വിഷ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കും കാര്യങ്ങൾ. ഓക്കെ, പക്ഷെ അത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുക, ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിവ് വരും. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ വേറെ റീഡിംഗ് ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, സോ ഇപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഡിവൈനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ചില കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ആഗ്രഹം പറഞ്ഞു എന്ന് വിചാരിക്കും, ഒരു വിഷ് ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കൊരു ജോലി കിട്ടണം എന്ന് പറഞ്ഞു ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എനിക്കൊരു ജോലി വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറ്റിയ ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് ജോലി, നിങ്ങൾക്ക് പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ടാലൻസിനനുസരിച്ചിട്ട്, കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ആ ഒരു പൊസിഷൻ, ഒരു ഓഫീസിൽ ഒരു ജോലി ഓക്കെ, ആ പൊസിഷൻ ഓപ്പൺ ആവണം. ആൻഡ് അത്രയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലൊരു സാലറി എല്ലാമുള്ള ഒരു നല്ലൊരു സെറ്റപ്പുള്ള ഒരു ജോലി ഓക്കെ, അത് ഓപ്പൺ ആവണം ഫസ്റ്റ് അല്ലേ. അങ്ങനെ ഒരു അവസരം ആദ്യം, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഒരു കമ്പനിയിലെന്ന് വിചാരിക്കുന്നു, നമുക്ക് അങ്ങനെ ഇപ്പോൾ തുടങ്ങാം. അങ്ങനെ ആ കമ്പനിയിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആദ്യം ഓപ്പൺ ആവണം ഓക്കെ, അത് കഴിഞ്ഞ് അത് ഇൻ്റർവ്യൂ അവർ പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പം നിങ്ങളത് അപ്ലൈ ചെയ്യണം. ആൻഡ് അതിലേക്ക് നിങ്ങൾ മാത്രമല്ല പലരും ചെയ്യും ഓക്കെ, ഒരുപാട് പേര് ചെയ്യും. സോ അഗെയിൻ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണം. ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആ വഴി ആദ്യം ഒരുക്കണം. എന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റണം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണം, പോകാൻ പറ്റണം, ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആ സമയത്ത് എല്ലാം ഓർമ്മ വയ്ക്കാൻ പറ്റണം. ഒരുപാട് സ്റ്റെപ്സാണ്, നിങ്ങൾ ഓർത്ത് നോക്കും. അല്ലാണ്ട് ഒരു കാര്യം ഇപ്പം നമുക്ക് എന്തെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞാൽ മിറക്കിളായിട്ട് ഇന്ന് അവിടെ നിന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇട്ട് തരില്ല അല്ലേ, അങ്ങനെയല്ല. സോ ഇതിൻ്റെ ലൈനായിട്ട് വരാൻ പല കാര്യങ്ങളും നടക്കാനുണ്ട് ഓക്കെ. സോ നിങ്ങൾക്ക് പോകാനുള്ള വഴി ചിലപ്പോൾ റിപ്പയർ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ആ റിപ്പയർ ഇല്ലാതെ ഓപ്പണായി കിട്ടണം. സോ ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കാം ഓക്കെ. സോ എന്തും നമ്മുടെ ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ ഡിവൈനിന് അതിനെ അറേഞ്ച് ചെയ്തെടുക്കാനുള്ള ഒരു സമയം വേണം. കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. എല്ലാ വശത്തും ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ആയിട്ട് വരണം. അതെല്ലാം ഒരു മിറക്കിൾ പോലെ സംഭവിക്കാം, യെസ്. പക്ഷെ അങ്ങനെ കിട്ടിയാൽ ആർക്കാ വിലയുണ്ടാവുക? നിങ്ങൾക്ക് വിലയുണ്ടാവുമോ? ഇല്ല, ആർക്കും ഉണ്ടാവില്ല ഓക്കെ. സോ അതുകൊണ്ടാണ് ഡിവൈൻ ഒരല്പം നമ്മളായിട്ട് കുറച്ചിങ്ങനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ്. കാരണം എളുപ്പത്തിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ വിലയുണ്ടാവുക അല്ലേ? ആലോചിച്ച് നോക്കൂ ഓക്കെ. സോ ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ. നിങ്ങളുടെ പൂർവികരുടെ ചെയ്ത കർമ്മങ്ങൾ, അവരുടെ നല്ല ഇത് എല്ലാം നിങ്ങളെ നിങ്ങളുടെ ഈവൻ പൂർവികർ ചിലവർ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന രീതിക്കാണ്. എല്ലാവരെയും ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഓക്കെ. ഗൈഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ഗൈഡ്സ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ നിങ്ങൾക്ക് വഴി കാണിക്കുന്നുണ്ട് ഓക്കെ. നിങ്ങൾ ഒരിക്കലും തനിച്ചാണെന്ന് വിചാരിക്കേണ്ട. ഡിറ്റാച്ച്മെൻറ്റ് കോൾഡ് നിങ്ങളുടെ പേഴ്സൺ യെസ് ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആണ് നിൽക്കുന്നത്. അവരൊന്നും സംസാരിക്കുന്നില്ല, നേരെ പറയുന്നില്ല, കോൾഡ് ബിഹേവിയർ ആണ്. എന്ന് വെച്ചാൽ ഒരു നേരെ സ്നേഹത്തോടെയുള്ള ബിഹേവിയർ അല്ല. പിന്നെ ടോട്ടലി ക്ലോസ്ഡ് ഓഫ് കോൺടാക്ട് ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ. അവർ തീരെ റീച്ച് ഔട്ട് ചെയ്യുന്നില്ല. ക്ലോസ്ഡ് ഓഫ്, ഗാർഡഡ്, റെസിസ്റ്റൻസ്. സംസാരിക്കുന്നവരാണെങ്കിൽ പോലും എനിക്കിവിടെ ക്ലോസ്ഡ് ഓഫ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ തുറന്നു പറയുന്നില്ല പലതും. അവർ എല്ലാം എന്ത് പറഞ്ഞാലും ഒരു നിങ്ങൾക്കൊരു ബൗണ്ടറി ഫീൽ ചെയ്യുന്ന, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. ഇവിടെ അഗൈൻ റിഫ്ലക്ഷൻ, പ്രൊജക്ഷൻ. ഇത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ എനർജി എന്താണോ പുറത്തു പോകുന്നത് അതായിരിക്കും തിരിച്ചു വരാം ഓക്കെ. റിഫ്ലക്ഷൻ, അതായത് പ്രൊജക്ഷൻ എന്ന് പറയും. നിങ്ങളുടെ മനസ്സിലെ തോട്ട്സ് പുറത്തേക്ക് പോകുന്നതാണ് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. സോ മനസ്സിലാക്കാം ഓക്കെ. സോ നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവാക്കി വെക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ചേഞ്ച്, കറേജ്. ഇത് നിങ്ങളുടെ അടുത്താണ് അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ. ഒരു മാറ്റത്തിനുള്ള കറേജ് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. പേഴ്സണിനെ കാത്തിരിക്കേണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഓക്കെ. കാത്തിരിക്കാം, പക്ഷെ അങ്ങനെ ആ ഒരു ഡെസ്പറേറ്റ് ആയിട്ട് കാത്തിരിക്കരുത്
നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആൻഡ് ആഗ്രഹം നടക്കാൻ നിങ്ങളുടെ ഭാഗത്തും ചില മാറ്റങ്ങൾ വേണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ മാറ്റം ഏത് തരത്തിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. ചിലവർക്ക് ചിലപ്പോൾ പേഴ്സണുമായിട്ട് ഇനി കട്ട് ഓഫ് തന്നെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വിട്ടിട്ട് തന്നെ പോകേണ്ടി വരും. ബിക്കോസ് അങ്ങനെ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് തന്നെ വേണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയേണ്ടി വരും. ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഡോണ്ട് വറി, ഡിവൈൻ ടൈമിൽ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ഓക്കെ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ. പക്ഷേ ആക്ച്വലി അത് ആക്കിയെടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എത്രത്തോളം ചേഞ്ച് ആവുന്നു അത്രത്തോളം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഓക്കെ, സോ ഡിവൈൻ ടൈം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാൻ പറയില്ല സമയം എന്ന് ഇവിടെ യൂണിവേഴ്സും അത് തന്നെ പറഞ്ഞു, പറയണ്ട അല്ലേ. എൻ്റെ ഇവിടെ ന്യൂച്ചർ കമ്പാഷൻ ഇത് നിങ്ങളോട് ചെയ്യാം, നിങ്ങൾ അവനവനോട് ചെയ്യാം. നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്തിനാണ് നിങ്ങൾ അവനവനെ ഇട്ടിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? യെസ്, ചെയ്യും, നമ്മളില്ല എന്നല്ല, ഞാനടക്കം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പരിധി, ഒരു ലിമിറ്റ് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം, എന്തിനാണ് ഇനി ഇങ്ങനെ, അല്ലേ. സോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ കിട്ടുന്ന ഗൈഡൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, എല്ലാം നല്ലത് തന്നെ വരുള്ളൂ, ഉറപ്പാണ്. പിന്നെ ഈ സോൾ കണക്ഷൻസ് ആണ് ഇതൊക്കെ. നിങ്ങളിവിടെ കാണാൻ എത്തിയതല്ല, മോസ്റ്റ്ലി 90% ആൾക്കാർക്കും സോൾ കണക്ഷൻസ് തന്നെയാണ്. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിരുന്നു, സോൾമേറ്റ് ആൻഡ് കാർമിക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് അതിനെക്കുറിച്ച് ഇടാം തീർച്ചയായിട്ടും. ഓക്കെ, അത് ഓർമ്മ വന്ന സ്ഥിതിക്ക് വേഗം അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. എൻ്റെ പ്രാർത്ഥന അതാണ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.